സുഹൃത്തുക്കളെ, നമസ്കാരം. മധ്യപ്രദേശിലെ ഗ്വാളിയർ കോട്ടയിലാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഗ്വാളിയർ പട്ടണത്തിൻ്റെ മധ്യത്തിൽ 100 മീറ്ററിലധികം ഉയരമുള്ള ഒരു പാറയ്ക്ക് മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഗ്വാളിയർ ഹിൽസ് എന്ന് വിളിക്കുന്ന ഈ പാറക്കുന്ന് പുരാതന കാലത്ത് ഗോപാചൽ എന്നും അറിയപ്പെട്ടിരുന്നു. പ്രാചീന ഭാരതത്തിലെ അനവധി സാമ്രാജ്യങ്ങളുടെ ഉയർച്ച താഴ്ചകൾ കണ്ട ഈ കോട്ട 1400 വർഷത്തെ ചരിത്രം പറഞ്ഞുകൊണ്ട് കാലത്തിനു നേർക്കൊരു ചെറുപുഞ്ചിരി തൂകി ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ഏകദേശം 2.5 കിലോമീറ്റർ നീളവും 1 കിലോമീറ്ററിനടുത്ത് വീതിയുമുള്ള ഗ്വാളിയർ കോട്ട 3 സ്ക്വയർ കിലോമീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്നു. പ്രധാനമായും ചുവന്ന സാൻഡ് സ്റ്റോണിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്വാളിയർ കുന്നുകളുടെ ചെരുവുകളിൽ കെട്ടിയുയർത്തിയിരിക്കുന്ന കൂറ്റൻ കോട്ട മതിലുകൾക്ക് 11 മീറ്റർ, അതായത് 36 അടി ഉയരവും 3 കിലോമീറ്ററിലധികം നീളവുമുണ്ട്. വിവിധ കാലഘട്ടങ്ങളിലായി വിവിധ രാജാക്കന്മാർ പണി കഴിപ്പിച്ച 6 കൊട്ടാരങ്ങളും ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങളും ജലസംഭരണികളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഗ്വാളിയർ കില. മൻ മന്ദിർ പാലസ് അല്ലെങ്കിൽ മാൻസിംഗ് മഹൽ എന്ന് വിളിക്കുന്ന ഏറ്റവും മനോഹരമായ ഈ കൊട്ടാരം കൂടാതെ ഗുർജാരി മഹൽ, വിക്രം മഹൽ, കരൺ മഹൽ, ഷേർഷാ മഹൽ എന്നുകൂടി വിളിക്കുന്ന ജഹാംഗീർ മഹൽ, ഷാജഹാൻ മഹൽ എന്നിങ്ങനെയാണ് ഈ 6 കൊട്ടാരങ്ങൾ. ഗ്വാളിയർ ടൗണിൽ നിന്നും കോട്ടയിലേക്ക് പ്രവേശിക്കാൻ 2 കവാടങ്ങളാണുള്ളത്. തെക്കു പടിഞ്ഞാറു ഭാഗത്തുള്ള ഉറുവായി ഗേറ്റും വടക്കു കിഴക്കേ ഭാഗത്തുള്ള ഗ്വാളിയർ ഗേറ്റും. ഉറുവായി കവാടം വഴി കയറിയാൽ അങ്ങ് കോട്ടയ്ക്ക് മുകളിൽ വരെ വാഹനം ചെല്ലും. എന്നാൽ ഞാൻ പ്രവേശിച്ച ഗ്വാളിയർ കവാടത്തിൽ കൂടി കയറിയാൽ ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ള കയറ്റം കരിങ്കൽ പാകിയ പാതയിൽ കൂടി നടന്നു കയറണം. ഇതാണ് ആദ്യകാലത്തുണ്ടായിരുന്ന പരമ്പരാഗത പാത. ഇപ്പോൾ കാണുന്ന ആലംഗിരി ഗേറ്റ് എന്നും കൂടി വിളിക്കുന്ന ഗ്വാളിയർ ഗേറ്റ് ഔറംഗസേബിൻ്റെ കാലത്ത് പണിതതാണ്. തോമാർ വംശത്തിലെ വിവിധ രാജാക്കന്മാർ പണിത 6 കവാടങ്ങൾ കടന്ന് മുകളിലേക്ക് നടന്നു കയറി വരുമ്പോൾ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടം എത്തുന്നതിന് കുറച്ചു മുൻപായി ഇടതുവശത്ത് കോട്ട മതിലിനോട് ചേർന്ന് ഒരു ചെറിയ വിഷ്ണു ക്ഷേത്രമുണ്ട്. ചതുർബാഹി അല്ലെങ്കിൽ ചതുർഭുജ ക്ഷേത്രം. 1500 വർഷം പുരാതനമായ ഈ ക്ഷേത്രത്തിലുള്ള ശിലാലിഖിതത്തിൽ 0 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ലോകത്തിൽ ഇന്നുവരെ കണ്ടെത്തപ്പെട്ടിട്ടുള്ളതിൽ രണ്ടാമത്തെ ഏറ്റവും പുരാതനമായ 0-ത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യം. ചതുർബാഹി ക്ഷേത്രവും കടന്ന് മുകളിലേക്ക് നടന്നു വരുന്ന നമ്മൾ ഈ കാണുന്ന കൂറ്റൻ കോട്ടവാതിലിലൂടെയാണ് കോട്ടയ്ക്കകത്തേക്കും മൻ മന്ദിർ പാലസ് എന്ന മനോഹരമായ കൊട്ടാരത്തിലേക്കും പ്രവേശിക്കുന്നത്. 1486 മുതൽ 1516 വരെ ഗ്വാളിയർ ഭരിച്ചിരുന്ന രജപുത്രരിലെ തോമറാസ് വിഭാഗത്തിൽ നിന്നുള്ള പ്രശസ്തനായ മാൻസിംഗ് തോമറാണ് സുന്ദരമായ ഈ കൊട്ടാരവും കിലോമീറ്ററുകൾ നീളുന്ന കോട്ട മതിലുകളും പണിതുയർത്തിയത്. മൻ മന്ദിർ പാലസിനെയും മാൻസിംഗ് തോമറിനെയും പറ്റി ചെറിയൊരു വീഡിയോ ഉടൻ ചെയ്യുന്നുണ്ട്. അതിനാൽ ഇവിടെ കൂടുതലായി വിശദീകരിക്കുന്നില്ല. 15,000 പേരടങ്ങുന്ന കാവൽപ്പടയാണ് ഈ കോട്ട സംരക്ഷിക്കാൻ ആവശ്യമായിരുന്നത്. അത്രയും പേരെ മാസങ്ങളോളം ഉൾക്കൊള്ളാനുള്ളതെല്ലാം ഈ കോട്ടയിൽ സജ്ജീകരിച്ചിരുന്നു. അടുത്തതായി നമ്മൾ ഈ കാണുന്നതാണ് മാൻസിംഗ് തോമറിൻ്റെ പുത്രനും പിൻഗാമിയുമായിരുന്ന വിക്രമാദിത്യൻ പണിത വിക്രം മഹൽ എന്ന കൊട്ടാരം. ദൂരെ ആ കാണുന്നതാണ് കരൺ മഹൽ എന്ന കൊട്ടാരം.
തോമാറാസ് വംശത്തിലെ തന്നെ രണ്ടാമത്തെ രാജാവായ കീർത്തി സിംഗ് 1486 കാലഘട്ടത്തിൽ പണിതതാണ് കരൺ മഹൽ. ഇനി ഈ കോട്ടയിലെ കാഴ്ചകളും മറ്റും കാണുന്നതോടൊപ്പം ഇതിൻ്റെ കുറച്ചു ചരിത്രം കൂടി നമുക്ക് അറിയാൻ ശ്രമിക്കാം. 6-ാം നൂറ്റാണ്ടിൽ ഈ ഗ്വാളിയർ കുന്നുകൾക്ക് മുകളിൽ ഒരു പുരാതന കോട്ട ഉണ്ടായിരുന്നതായി ഇവിടുന്നും ലഭിച്ച ഒരു ശിലാലിഖിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രസ്തുത ശിലാലിഖിതത്തിൽ പറയുന്നതിൻ പ്രകാരം AD 520 ഹൂണവംശത്തിലെ അതിപ്രശസ്തനായ രാജാവായ മിഹിരാകുലനാണ് ഗ്വാളിയർ കോട്ട ആസ്ഥാനമാക്കി ഈ പ്രദേശം അക്കാലത്ത് ഭരിച്ചിരുന്നത്. അതായത് ഗ്വാളിയറിൻ്റെയും ഗ്വാളിയർ കോട്ടയുടെയും ചരിത്രം അതിനും മുൻപേ ആരംഭിച്ചിരുന്നു എന്ന് ചുരുക്കം. 4-5 നൂറ്റാണ്ടുകളിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഒരുപക്ഷെ ഇന്നത്തെ കസാക്കിസ്ഥാനിൽ നിന്നും കുടിയേറിയ ഒരു നാടോടി കൂട്ടമായിരുന്നു ഹൂണന്മാർ എന്ന് ചരിത്രം പറയുന്നു. ഹൂണന്മാരുടെ വരവിനെക്കുറിച്ചും ഗ്വാളിയർ പട്ടണത്തിൻ്റെയും ഗ്വാളിയർ കോട്ടയുടെയും ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു കഥ ഇവിടങ്ങളിൽ പ്രചാരത്തിലുള്ളതുകൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. 6th സെഞ്ച്വറി AD-യിൽ ഇന്നത്തെ ഗ്വാളിയർ പട്ടണത്തിൽ നിന്നും 22 കിലോമീറ്റർ മാറി സിംഘാനിയ എന്നൊരു ഗ്രാമത്തിലെ നാട്ടുരാജാവായിരുന്നു സൂരജ് സെൻ. ഒരുനാൾ അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു. ഇന്നത്തെ ഗ്വാളിയർ കുന്നുകളുടെ മുകളിൽ വസിച്ചിരുന്ന ഒരു താപസനെ അദ്ദേഹം രോഗനിവാരണത്തിനായി സമീപിച്ചു. അവിടുള്ള ഒരു കുളത്തിലെ ജലം അദ്ദേഹം രാജാവിന് കുടിക്കാനായി നൽകി. അത് പാനം ചെയ്ത രാജാവിൻ്റെ അസുഖം ഭേദമായി. ഇതാണ് സൂരജ് കുണ്ട്. ഗ്വാളിയർ കോട്ടയ്ക്കുള്ളിലുള്ള ഈ തടാകത്തിലെ ജലമാണ് സന്യാസി മഹാരാജ സൂരജ് സെന്നിന് കുടിക്കാൻ നൽകിയത് എന്നും ഇതിലെ ജലത്തിന് ചർമ്മരോഗങ്ങളും മറ്റും ഭേദമാക്കാനുള്ള ഔഷധ ഗുണമുണ്ട് എന്നുമാണ് ഐതിഹ്യം. നടുക്ക് കാണുന്ന കൽമണ്ഡപത്തിൽ മുനി ആരാധിച്ചിരുന്നത് എന്നു കരുതുന്ന ചെറിയൊരു ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട്. കൂടാതെ ഈ തടാകത്തിന് സമീപത്തായി 2-3 ചെറിയ ക്ഷേത്രങ്ങളും ഒരു ഗുരുദ്വാരയും ഉണ്ട്. കഥ തുടരുകയാണ്. അസുഖം മാറിയതിൽ സന്തുഷ്ടനായ രാജാവ് സന്യാസി വസിച്ചിരുന്ന ഗ്വാളിയർ കുന്നുകളുടെ മുകളിൽ ഒരു കോട്ട പണിത് ഇവിടെ ഒരു ചെറിയ നഗരവും സ്ഥാപിച്ചു. എന്നിട്ട് ഗ്വാലിബൻ എന്നു പേരായ ആ സന്യാസിയോടുള്ള ആദരസൂചകമായി ഗ്വാളിയർ എന്ന് ഈ പട്ടണത്തിന് പേരുമിട്ടു. സന്യാസി സൂരജ് സെന്നിൻ്റെ നാമത്തോടൊപ്പം പാലകൻ അഥവാ സംരക്ഷകൻ എന്ന അർത്ഥം വരുന്ന പാൽ എന്നുകൂടി ചേർത്ത് സൂരജ് സെൻ പാൽ എന്നാക്കി. എന്നിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചു: ഏതു കാലത്തോളം മഹാരാജാവേ അങ്ങും അങ്ങയുടെ സന്തതി പരമ്പരകളും പേരിനൊപ്പം ഈ പാൽ ചേർത്തു പോരുന്നുവോ, അന്നുവരേക്കും ഈ കോട്ട കീഴടക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന്. ആ താപസന്റെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് സൂരജ് സെൻ പാലും അദ്ദേഹത്തിൻ്റെ 16 തലമുറയും പേരിനൊപ്പം പാൽ എന്നു ചേർത്ത് ഗ്വാളിയർ ഭരിച്ചു പോന്നു. 17-ാമൻ തേജ് കരൺ ഇത് വേണ്ടെന്ന് വെക്കുകയും അങ്ങനെ കോട്ട ശത്രുക്കൾ ആക്രമിച്ചു കീഴടക്കി പാൽ വംശം കോട്ടയിൽ നിന്നും ഗ്വാളിയറിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ചില ചരിത്രകാരന്മാരും ഇത് ശരിവെക്കുന്നു. ഏതായാലും 989 AD വരെ പാൽ ഡൈനാസ്റ്റി ഗ്വാളിയർ ഭരിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. അങ്ങ് താഴെയായി നമ്മളിപ്പോൾ കാണുന്നതാണ് ഗുർജാരി മഹൽ. ഗ്വാളിയർ കുന്നുകളുടെ ഏറ്റവും ചുവട്ടിലായി ഗ്വാളിയർ ഗേറ്റ് എന്ന പ്രവേശന കവാടത്തിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാൻസിംഗ് തോമറിന് 9 പത്നിമാർ ഉണ്ടായിരുന്നു. ഇതിൽ 8 പേരും രജപുത്ര സ്ത്രീകളായിരുന്നു. എന്നാൽ 9-ാമത്തെ റാണി മൃഗനായനി ഗുർജാര വംശത്തിൽ നിന്നുമുള്ളവളായിരുന്നു. അവർക്കായി അദ്ദേഹം പ്രത്യേകമായി നിർമ്മിച്ചു നൽകിയതാണ്
ഗുർജാരി മഹൽ എന്ന ഈ കൊട്ടാരം. ഇന്നിത് ആർക്കിയോളജിക്കൽ സർവേയുടെ മ്യൂസിയമായി മാറ്റിയിരിക്കുന്നു. അതിനടുത്തായി കാണുന്നതാണ് ഗ്വാളിയർ ഗേറ്റ്. രാജഭരണകാലത്ത് പട്ടാളക്കാരുടെ ചെക്ക് പോസ്റ്റ് ആയിരുന്ന അതിനോട് ചേർന്നുള്ള മുറികളും മറ്റും ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളായി പ്രവർത്തിക്കുന്നു. കോട്ടമതിലിന് മുകളിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. 2 മണിക്കൂറോളമായി ഞാൻ ഗ്വാളിയർ കോട്ടയിലേക്ക് പ്രവേശിച്ചിട്ട്. ഈ ഗംഭീരമായ കോട്ടമതിലിലൂടെ ഇങ്ങനെ നടന്നാൽ കോട്ടയും കാണാം, താഴെയുള്ള കാഴ്ചകളും മറ്റും കാണുന്നതോടൊപ്പം കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അലിഞ്ഞു ചേർന്ന ഈ കോട്ടയുടെ ചരിത്രം അയവിറക്കുകയുമാവാം. ഹൂണന്മാരുടെ കാര്യമായിരുന്നല്ലോ മുൻപ് പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ഹൂണന്മാർക്ക് ശേഷം 9-ാം നൂറ്റാണ്ടോടുകൂടി ഗുർജാര പ്രതിഹാരാസ് എന്ന പുതിയൊരു രാജവംശം ഗ്വാളിയർ കോട്ട പിടിച്ചടക്കി. മധ്യ ഏഷ്യയിൽ നിന്നും വന്ന ഹൂണന്മാരുടെയും ഇവിടുത്തെ തദ്ദേശീയരായ ജനതയുടെയും സംസർഗത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു സങ്കര വംശ പാരമ്പര്യമാണ് ഗുർജാര പ്രതിഹാരന്മാരുടേത്. 4-ാം നൂറ്റാണ്ടു മുതൽ 6-ാം നൂറ്റാണ്ട് വരെ ഉത്തരഭാരതം അടക്കി വാണിരുന്ന ഗുപ്ത സാമ്രാജ്യവുമായുള്ള നിരന്തര സംഘർഷങ്ങളാണ് ഹൂണന്മാരുടെ അന്ത്യത്തിനു കാരണമായത് എന്നു മാത്രമല്ല, ഗുപ്ത സാമ്രാജ്യം ക്ഷയിക്കുന്നതിനും ഒരു പരിധിവരെ ഗുർജാര പ്രതിഹാരന്മാരുടെ ആവിർഭാവത്തിനും കാരണമായത്. AD 1023 അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന മുഹമ്മദ് ഖസ്നി ഗ്വാളിയർ ആക്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. 1196 ഡൽഹി സുൽത്താനേറ്റിലെ അടിമവംശ സ്ഥാപകനായ കുത്തുബ്ദീൻ ഐബക്ക് ഗ്വാളിയർ ആക്രമിച്ചു കീഴടക്കിയെങ്കിലും നിലനിർത്താനായില്ല. എന്നാൽ 1231 കുത്തുബ്ദീൻ ഐബക്കിന്റെ പിൻഗാമിയും അടിമവംശത്തിലെ 2ാമത്തെ സുൽത്താനുമായ ഇൽത്തുമിഷ് ഗ്വാളിയർ ആക്രമിച്ചു കീഴടക്കി. പിന്നീട് 1375-80 കാലഘട്ടത്തിൽ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കീഴിലെ ഒരു നാട്ടുരാജാവായാണ് രജപുത്രരിലെ തോമറാസ് വംശം ഗ്വാളിയർ കോട്ടയുടെ അധിപന്മാരാവുന്നത്. തുഗ്ലക്കുകൾക്ക് വേണ്ടി കാലങ്ങളോളം പടവെട്ടിയതിൻ്റെ ഉപകാര സ്മരണയായാണ് തോമറാസിന് ഗ്വാളിയർ ലഭിച്ചത്. കുറച്ചു കാലങ്ങൾക്കു ശേഷം അവർ ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും സ്വതന്ത്രരാവുകയും ചെയ്തു. 1500-കളുടെ ആദ്യകാലത്ത് മുഗൾ വംശ സ്ഥാപകനായ ബാബർ ഗ്വാളിയർ കോട്ട കീഴടക്കിയെങ്കിലും 1542 ഷേർഷാ സൂരി ഗ്വാളിയർ തിരിച്ചു പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്തിനു ശേഷം ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവായ ഹേമു കുറച്ചു കാലം ഗ്വാളിയർ ആസ്ഥാനമാക്കി ഭരണം നടത്തി. 1550 അക്ബറുടെ കാലത്ത് ഗ്വാളിയർ കോട്ട വീണ്ടും മുഗൾ ആധിപത്യത്തിൻ കീഴിലായി. ഗ്വാളിയർ കോട്ടയിലെ കാഴ്ചകളും വിശേഷങ്ങളും തീർന്നിട്ടില്ല. മുഗളന്മാരുടെ കാലം തൊട്ടുള്ള ഗ്വാളിയർ കോട്ടയുടെ ചരിത്രവും ബാക്കി കാഴ്ചകളും ഗ്വാളിയറിൻ്റെ 2ാം ഭാഗത്തിൽ എല്ലാവർക്കും കാണാവുന്നതാണ്. തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ശുഭയാത്ര.